ലൈഫ് കണ്ടാലോ? ഇപ്പോഴത്തേതല്ല, 2 വർഷം മുമ്പുള്ളത്. രാവിലെ തന്നെ ഞാൻ ബുക്കും ബാഗുകളും എല്ലാം അടുക്കി വയ്ക്കും. ടൈം ടേബിളിനനുസരിച്ചാണ് ഞാൻ എല്ലാ പരിപാടിയിലും ചെയ്യുക. ആദ്യം എൻ്റെ ടൈം ടേബിൾ എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാതുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ, ഇത് ഉപ്പ് കുറഞ്ഞു കേട്ടോ. പോവാനായി ബാഗ് എടുത്തിട്ട് ഇങ്ങനെ പോകും. അങ്ങനെയല്ല, ബസ്സിൽ. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ബുക്കും ബാഗുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ടൈം ടേബിളിനനുസരിച്ച് മാത്രമേ ബുക്ക് എടുത്ത് വെക്കാതുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ മിസ്സ് വരുമ്പോൾ അതേ സബ്ജക്റ്റിനേക്കും ഞാൻ എടുത്ത് വെക്കാം. അയ്യോ, ആ സ്റ്റാൻഡേർഡ് മാത്രം നോക്കണ്ട, എൻ്റെ പേരും പിന്നെ എൻ്റെ സബ്ജക്റ്റ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നാഷണൽ ആന്തം കഴിഞ്ഞാൽ ഓടിയിട്ടായിരിക്കും ഞാൻ ബസ്സിലേക്ക് പോവാം. എന്നാൽ നമുക്ക് ബസ്സിലേക്ക് പോകാം. ബസ്സിൽ പിന്നെ കുറച്ച് നേരം ഞാൻ ഉറങ്ങും. അതും എൻ്റെ സ്റ്റോപ്പ് എത്തുന്നവരെ. പിന്നെ വീട്ടിലെത്തുന്ന ഞാൻ ആദ്യം ബാഗ് എടുത്ത് വെച്ചിട്ട് ചെരുപ്പ് പോയി ഹോംവർക്കും ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം വിശ്രമിക്കും. അങ്ങനല്ല, എനിക്ക് ചിക്കൻ വയ്ക്കുന്ന ബുക്കുണ്ട്. അതിലാണ് ഞാൻ സമയം പോകുന്നത് പോലും അറിയാത്ത രീതിയിൽ ചിത്രം വരച്ചിട്ടാണ്. പിന്നെ ഞാനൊരു 10 മണിക്കുള്ളിൽ ഉറങ്ങും. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അയ്യോ, ഓഫാക്കില്ല. എൻ്റെ 4ാം ക്ലാസ്സിലത്തെ നോക്കാം. ഒന്നുമില്ല, 3ാം ക്ലാസ്സിലത്തേനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് 5ാം ക്ലാസ്സിൽ. വായിക്കാം. അയ്യോ, ഇട്ടല്ലോ. ആരെയൊന്ന് ലൈറ്റ് ഓൺ ആക്കുവോ?